നോമ്പ് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഏകദേശം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു ഐറ്റമാണല്ലേ ഈ ഒരു സവാള. കടി ഉണ്ടാക്കണമെങ്കിലും വേണം, കറി ഉണ്ടാക്കണമെങ്കിലും വേണം. ഈ ഒരു സവാള പൊളിക്കുന്ന പരിപാടി എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ആദ്യം സവാള പൊളിച്ച് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ ചിക്കൻ വേവിക്കാനുള്ള കാര്യം ഓർത്തത്. ഇന്നിപ്പോൾ നമ്മൾ സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് ഇറച്ചിവടയാണ് കേട്ടോ. ഇറച്ചിവട നമുക്ക് ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കാം. പണ്ടൊക്കെ നോമ്പ് തുടങ്ങിയ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസമൊക്കെ ഇറച്ചിവട ഉണ്ടാവും. ഇന്നിപ്പോൾ 15ാമത്തെ നോമ്പായി. ആ സമയത്താണ് കേട്ടോ ഞാൻ ഇറച്ചിവട ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ചിക്കൻ നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബോൺലെസ്. ഇതിപ്പോൾ ഇന്ന് നമ്മൾ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചിക്കനൊക്കെ കഴിഞ്ഞ് ചിക്കൻ കറിക്കുള്ള പരിപാടി തുടങ്ങി. ഇന്നിപ്പോൾ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ വെക്കുന്നത്. അതിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാനിതാ ഇറച്ചിയോടൊക്കെയുള്ള മസാലയും കൂടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പത്തിരിയാണ് കേട്ടോ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഇറച്ചിയോടൊക്കെയുള്ള മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമും കൊണ്ട് ഞാൻ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒന്ന് ടൗണിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്ന സമയത്ത് ഉച്ച ടൈമായി. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുള്ളത്. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതാ പത്തിരിക്കുള്ള പൊടിയും കൂടെ വട്ടിയെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ചോറ് കഴിക്കാനൊരു പൂതി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പത്തിരിയാണ് കേട്ടോ സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ കുഞ്ഞാക്കാക്കും കുറച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും ഉണ്ടാക്കുന്നത്ര പത്തിരി ഒന്നും റെഡിയാക്കി എടുക്കുന്നില്ല, കുറച്ച് മാത്രം. പിന്നെ എൻ്റെ 2 കൈയിൻ്റെയും തള്ളവിരലിന് മുറിയായതുകൊണ്ട് കുഞ്ഞാക്കാണ് കേട്ടോ ഇന്ന് മാവൊക്കെ കുഴച്ച് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നത്. ഇനോസ് ഇപ്പുറത്ത് നിന്നിട്ട് ബോളും കൂടെ പിടിച്ച് തരുന്നുണ്ട് പത്തിരിക്കുള്ള. അങ്ങനെ അതാ പത്തിരി ചുടൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇറച്ചിവടൻ്റെ മാവൊക്കെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ വലിയ വലിയ ഇറച്ചിവടയാണ് കേട്ടോ സെറ്റാക്കുന്നത്. നമ്മുടെ പൂവടൻ്റെ അച്ചില്ലേ അതിൽ വെച്ചിട്ടാണ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി അത് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഫ്രൈ ആക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ജ്യൂസ് വത്തക്ക തന്നെയാണ് കേട്ടോ. അതിനുള്ള പരിപാടിയും കൂടി നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് കുറച്ചൊരു മുരിങ്ങയിലയും കൂടെ പറിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് പൊരിച്ചത്തേക്ക് താളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാനായപ്പോൾ ഇറച്ചിവടയും ഫ്രൈ ചെയ്തു. കുറച്ച് മീൻ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ